ഒരു നിമിഷങ്ങളിൽ നിങ്ങൾ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ? ജാനകിയുടെ ചോദ്യം അജയനിൽ അമ്പരപ്പുണ്ടാക്കി. എന്താ ഇപ്പം ഇങ്ങനൊരു തോന്നല്? ഏയ്, ഏട്ടൻ്റെ ഈ തിരക്ക് തന്നെ കാരണം. എനിക്കെന്ത് തിരക്ക്? എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ നീ വിളിക്കുന്ന നേരം കൂടെയില്ലേ? ഉവ്വോ ഇല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങിയ ശേഷം അജയേട്ടൻ എങ്ങനെയാണെന്ന്. ഇത്തവണ അജയൻ്റെ ഉള്ളൊന്ന് പിടച്ചു. ജാനകി, ആ മൂളയിൽ നാളുകളായി അടക്കി വെച്ചിരുന്ന സങ്കടം തികട്ടി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ തോന്നിയോ നിനക്ക്? നെഞ്ചിലേക്ക് ജാനകിയെ ചേർത്ത് പിടിച്ചു അജയൻ. ഇത്തവണ മൂളൽ വിങ്ങലായി പുറത്തേക്ക് തേങ്ങി. എനിക്ക് ഏട്ടനല്ലേ ഉള്ളൂ, ആരോരില്ലാത്തൊരു പൊട്ടി പെണ്ണല്ലേ ഏട്ടാ ഞാൻ. ഇങ്ങനെ ശ്വാസം മുട്ടി എങ്ങനെ? ഏടി അന്നിപ്പോ ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായേ? അമ്മ വന്നിട്ടുണ്ട്. ആരുടെ? മനുഷ്യ കുറച്ച് കീറ് വെച്ചിട്ട് ഞാൻ. അജയന്റെ നെഞ്ചിൽ തന്റെ വിരലുകൾ മെല്ലെ ആഴ്ത്തിക്കൊണ്ട് അവൾ പറഞ്ഞു. ഹോ, എന്താടി? എനിക്ക് അച്ഛനും അമ്മയുണ്ടോ? നിങ്ങളുടെ അമ്മ എന്ന കാര്യം ഞാൻ പറഞ്ഞു. അമ്മയോ? എന്തിന്? നെഞ്ചിൽ നിന്ന് പതിയെ ജാനകിയുടെ താടിമെല്ലെ ഉയർത്തി അജയൻ. അമ്മയെ ഇപ്പൊ കാണാൻ ചെല്ലുന്നില്ല, വിളിക്കുന്നില്ലെന്നൊക്കെയാ പരാതി. പിന്നെന്ത് പറഞ്ഞു? എന്നോടൊരാഴ്ച അമ്മയുടെ കൂടെ പോയി നിൽക്കാൻ പറഞ്ഞു. എന്തിന്? അമ്മയ്ക്ക് ഇവിടെ വന്ന് നിൽക്കാലോ. അതൊന്നും എനിക്കറിയില്ല, ഞാൻ അമ്മയുടെ കൂടെ ഒന്ന് പോവും. ഓണോടി. അമ്മേനെ ഒരുപാട് നിർബന്ധിക്കുന്ന ഏട്ടാ. മോള് കുറച്ച് ദിവസം അവിടെ വന്ന് നിൽക്കട്ടെ അജിക്കൂട്ട. അമ്മയ്ക്ക് തനിയെ നിന്ന് മടുത്തു. അത്ര വലിയ വീട്ടിൽ ആ പണിക്കാരി പെണ്ണും ഞാനും മാത്രമായി. എത്ര കാലായി. നിന്നോട് അവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞാൽ നിനക്ക് തിരക്ക്. ഒരു ദിവസം ഞാൻ മരിച്ചു കിടക്കുമ്പോൾ പോലും ആരും അറിയില്ല. ചിലപ്പോൾ പുഴു അരിച്ച് മണം വരുമ്പോഴാവും നീ പോലും അറിയാം, അല്ലേ അജിക്കൂട്ട? അജയൻ ജാനകി ഒന്ന് പിടഞ്ഞു. ഇത്ര നാൾ ഒരാളുടെ കീഴിലായിരുന്നു. അപ്പം ആ കാരണം പറഞ്ഞ് നീ മാറി താമസിച്ചു. കാരണം അതൊന്നും അല്ലായിരുന്നു എന്ന് എനിക്ക് മോൾക്കും അറിയാം. ബാക്കി നമ്മുടെ എല്ലാ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും അറിയാം. ആരോരും ഇല്ലാത്തൊരു പെൺകുട്ടിയെ നീ സ്നേഹിച്ച് കൂടെ കൂട്ടി അവൾക്ക് നല്ലൊരു ജീവിതം കൊടുത്തു. പക്ഷേ നിന്റെ അച്ഛൻ അത് പിടിച്ചില്ല. നിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടു. ഇപ്പോൾ വർഷം 3 കഴിഞ്ഞില്ലേ നീ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട്? ഒരിക്കൽ പോലും നീ വന്നില്ലെന്ന് പറയുന്നില്ല. അച്ഛൻ മരിച്ചപ്പോൾ നീ വന്നു ചിതക്ക് തീ കൊളുത്താൻ. ചടങ്ങുകൾ തീർന്ന അവസാന ദിവസം എന്നോട് നീ ഒരു ചോദ്യം ചോദിച്ചു. അമ്മ ഞങ്ങളുടെ കൂടെ പോരുന്നോന്ന്. ഉള്ളിൽ തികട്ടി വന്നൊരു തേങ്ങലുണ്ട്. അത് ഇന്നും ഈ നെഞ്ചി കിടന്ന് പിടയുന്നുണ്ട്. ആരും അറിയാതെ, ആരെയും അറിയിക്കാതെ. ഞാനില്ല എന്നുള്ള മറുപടിയിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇപ്പം 3 മാസം കഴിഞ്ഞു. ഇടയ്ക്കൊരു ഫോൺ വിളിയിലല്ലാതെ ഒന്ന് കാണാൻ പോലും നീ ആ പടിക്കെട്ട് കയറി വന്നിട്ടില്ല. ആരോടാണ് ഇനിയും നിനക്ക് വാശി? മരിച്ചുപോയ നിന്റെ അച്ഛനോടോ അതോ എന്നോടോ? മരിക്കും വരെ അദ്ദേഹം നിന്നോട് പൊറത്തിട്ടില്ലെന്ന് നീ കരുതരുത്. പലവട്ടം എന്നോട് പറഞ്ഞതാ അവനെ പോയി ഞാൻ വിളിക്കട്ടെ എന്ന്. വേണ്ടാന്ന് പറഞ്ഞ് ഞാനാ. പെറ്റ വയറിൻ്റെ വേദന പോലും അറിയാതെ പോകുന്ന മകൻ. അവർക്ക് എങ്ങനെ അച്ഛൻ്റെ മനസ്സറിയുമെന്ന് ഞാൻ ചോദിച്ചു. പിന്നെ അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. അധികം വൈകാതെ അദ്ദേഹം പോയി. ഒരുപാട് നല്ല ഓർമ്മകൾ മാത്രം നൽകി അദ്ദേഹം പോയപ്പോൾ മിഴികൾ നനഞ്ഞില്ല എൻ്റെ. എന്താണെന്നറിയോ നിനക്ക്? എൻ്റെ കണ്ണ് കലങ്ങുന്ന അദ്ദേഹത്തിന് സഹിക്കില്ലായിരുന്നു. എല്ലാം നെഞ്ചിൽ വെച്ച് മൂടിയടക്കുന്ന അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ശാന്തി എൻ്റെ കണ്ണുകൾ നിറയാതിരിക്കാമെന്ന് മാത്രം. അത് ഈ നിമിഷം വരെ ഞാൻ ചെയ്തു. പിന്നെ നിങ്ങളുടെ മോനെ, അതായത് എൻ്റെ പേരക്കുട്ടിയെ ഞാനിന്ന് അവൻ്റെ സ്കൂളിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പോകും. പിന്നെ അതാ നിൻ്റെ ഭാര്യയെയും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ വരിക, ഇല്ലേ നിൻ്റെ വാശിയും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇരുന്നോ. മോള് പോയി റെഡിയായിക്കോ. ജാനകിയുടെ കയ്യിൽ പിടിച്ച് ശ്രീവിദ്യ അകത്തേക്ക് നടന്നു. ജാനകി തിരിഞ്ഞ് അജയനെ നോക്കി. തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടക്കു പെണ്ണേ. ശ്രീവിദ്യ സ്നേഹത്തോടെ ജാനകിയുടെ തോളിൽ മെല്ലെ നുള്ളി. ഒന്നും മിണ്ടാതെ അജയൻ അവരിരുവരെയും നോക്കി നിന്നു. രാത്രി മേലെ തൊടി തറവാട് വീണ്ട ഗേറ്റ് കടന്ന് അജയന്റെ കാർ മുറ്റത്തേക്ക് വന്നു. അച്ഛമ്മ, അച്ഛൻ വന്നു എന്നുറക്കെ വിളിച്ചുകൊണ്ട് കാശി അജയന്റെ അടുത്തേക്ക് ഓടി വന്നു. ഉമ്മറക്കോലായിൽ ശ്രീദേവിയും ജാനകിയും അജയനെ നോക്കി നിന്നു. അജയൻ മെല്ലെ തെക്കേ പറമ്പിലേക്കൊന്ന് കണ്ണു വായിച്ചു. ആ നിമിഷം തെക്കേ തൊടിയിൽ നിന്നൊരു നേർത്ത കാറ്റ് അവരെ പുൽകി കടന്നുപോയി. എന്തേടാ പിണക്കമാറി അച്ഛനോട്? അത്താഴം കഴിഞ്ഞ് അമ്മയുടെ മടി കിടക്കുമ്പോൾ അമ്മയുടെ ചോദ്യം കേട്ട് അജയന്റെ ഉള്ളം തേങ്ങി. പിണക്കം അന്നുമില്ല ഇന്നുമില്ല, ബഹുമാനം മാത്രമേ ഉള്ളൂ. ജീവിതം എന്താണെന്നും എങ്ങനെ ജീവിക്കണമെന്ന് എന്നെ പോലെ താന്തോന്നിയായി ജീവിച്ച ഒരാൾക്ക് നൽകിയ പാടായിരുന്നു വീട്ടിൽ നിന്ന് തന്നെ ഇറക്കി വിട്ടെന്ന് അറിയാൻ വൈകിയെന്നുള്ളതാണ് സത്യം. അജയൻ വിതുമ്പി. ഏയ് ഒന്നുമില്ലടാ, ഇങ്ങനെ നിന്നെ കാണുമ്പോൾ അച്ഛൻ്റെ ആത്മാവ് എത്ര സന്തോഷിക്കുന്നുണ്ടാവും അറിയോ നിനക്ക്? മുടിയിൽ മേലെ തള്ളുപിടിക്കൊണ്ട് അമ്മ പറയുന്ന കേട്ട് അജയൻ പൊട്ടിക്കരഞ്ഞു. ഒടുവിൽ കരച്ചിൽ നേർത്തു വന്നു. അമ്മ, നഷ്ടപ്പെടാൻ പോകുന്നു എന്നുള്ള തോന്നലുണ്ടല്ലോ, അത് ഹൃദയത്തിന് തരുന്ന മരവിപ്പിന് പകരം നൽകാൻ കഴിയുന്ന മരുന്ന് ഒന്നേയുള്ളൂ. നഷ്ടപ്പെടില്ല ഒരിക്കലും എന്നുള്ള തിരിച്ചറിവ്, അല്ലേ അമ്മ? ആ മോളിൽ ഒരു ജീവിതമുണ്ടായിരുന്നുവെന്ന് അജയൻ അറിഞ്ഞുപോയ നിമിഷം തെക്കേ തൊടിയിലെ മൂവാണ്ടമ്മാവിന് മേലെ ഒരു കാറ്റ് വട്ടമിട്ട് പറന്നു.